അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മളൊരു ദോസ്താണ്, ഒരു ചെറിയൊരു കൊച്ചു മുതലാളി, ലോറിയുടെ മുതലാളിയാണ്. എൻ്റെ അനിയൻ പോകുന്ന ലോറിയുടെ മുതലാളിയാണ്. നമ്മളെ കുറേ സുഹൃത്താണ്. സെയ്തലവി എന്നാണ് മൂപ്പര പേര്, ഡിച്ചാപ്പു എന്ന പേരിൽ അറിയപ്പെടും. അപ്പം നമുക്ക് മൂപ്പർ ലോറിയും അനിയനൊക്കെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് എന്തായാലും പറയണ്ട? ഇതൊന്നും പറയല്ല, ഇജ്ജ് പറഞ്ഞാൽ മതി. അസ്സലാമു അലൈക്കും. ഇവര് കാരൂരിലും അന്ത്രോനാണ് എൻ്റെ ഒപ്പം പോരുന്നത്. ഇവര് രണ്ടാൾ കൂടി എന്നെ സൈസാക്കുമെന്ന് വെച്ച് പേടി. മുതലാളി എന്നാ പിന്നെ വിളിച്ചിട്ടത്. ഞാൻ പറഞ്ഞിക്കണേ എന്നെ മുതലാളി എന്നിട്ട് വിളിച്ചല്ലേ, മുതലാളി ആക്കി തന്നിട്ട് മുതലാളി വിളിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഡ്രൈവറും ഓണറും കൂടിയാണ്. എനിക്ക് കൊണ്ടിടക്കാൻ എൻ്റെ പെരയിൽ അരി അങ്ങാൻ വേണ്ടിയിട്ട് വാങ്ങിയൊരു വല്ല. അപ്പോൾ എന്നെ മുതലാളി എന്ന് വിളിച്ചാൻ പാടുണ്ടോ? അവന്റെ അതേ പണി തന്നെയല്ലേ ഞാൻ എടുക്കണത്. വണ്ടിന്റെ മുതലാളിനെ എപ്പോഴും മുതലാളി തന്നെ വിളിക്കുന്നത്. വിറ്റുകാണ്ട് ഒരു വണ്ടി എടുത്ത് കഴിഞ്ഞാൽ മുതലാളി, പിന്നെ ഓന് ഡ്രൈവറായി ഒപ്പം പോന്നാലും ഓനങ്ങൾക്ക് ആർക്കും പറ്റൂല. അത് ഇതിന്റെ സ്വഭാവം തന്നെയാണ്. ഇനി ഇയാൾക്കില്ലേ ഇയാള് പറഞ്ഞോട്ടെ എന്നതാക്കൂല. എത്ര ചോദിച്ചോ? അപ്പൊ നമ്മൾ പുറകിൽ കാണേണ്ടതാണ് വണ്ടി, ഇച്ചാപ്പുവായിന്റെ മുതലാളിന്റെ വണ്ടി. ഇതിന്റെ മുതലാളിന്ന് വിളിച്ചല്ലേ, കം ഡ്രൈവർ, മുതലാളി കം ഡ്രൈവർ. വണ്ടിന്റെ ഒരു സൈഡിൽ മൂപ്പര് എപ്പോഴും ഉണ്ടാവും. ഒരു സൈഡിലല്ല, രണ്ട് സൈഡിലും മാറി മാറി ഇരിക്കും. ഏതായാലും ഒരു കാലിയാണ് സൈഡിൽ ഉണ്ടാവും. മുതലാളി എന്ന് വിളിച്ചിട്ട് ആ വിളി എന്നെ വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ്. ആയിട്ടാണെങ്കിൽ ഒരു വിളിച്ചോട്ടെ, നമുക്ക് സന്തോഷമുള്ളൂ. അതിന്റെ അനിയന് അബൂ താഹിർ എന്നാണ് പേര്. അബു തന്നെയാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും ഒരേപോലെയാണെന്ന് പല ആൾക്കാരും പറയലുണ്ട്. എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഓന അബൂ താഹിർ പറഞ്ഞാലേ, അബു പറഞ്ഞാ വാപ്പാന്നുള്ളൊരു അർത്ഥം കൂടി ഉണ്ട്. താഹിറിന്റെ വാപ്പ. ഓനെ വാപ്പയായിട്ട് തന്നെ നിക്കുള്ളൂ. നിങ്ങൾ വണ്ടിന്റെ കാര്യം പറയാണോ? എല്ലാവരും കാര്യങ്ങൾ പറയും, അതെനിക്കറിയാലോ, ഞാൻ പറയുന്നില്ലത്. ഇതൊന്ന് നിക്ക് ഇതിന്റെ മുന്നേക്ക്. എജ്ജെന്താ അങ്ങനെ കുളിച്ചിട്ടില്ലെങ്കിലും പിന്നെ തുണി പാൻ തിരുമ്പിട്ടില്ലെങ്കിലും അതിലാവൊന്നും അറിയില്ല. ഇതിന് അങ്ങനത്തെ പ്രശ്നമില്ല. അത് കാരണം ലോറി ഫീൽഡാണ്. ഫീൽഡ് എന്താണ് അതാണ് ഓൻ എന്തൊക്കെ അതില് മണറ്റ് പുറത്തേക്ക് കിട്ടിയിട്ടാണോ അടുത്തേക്കത്ത്. അതിനാണ് പ്രത്യേകിച്ച് അറിയാം. കാരണം ഞങ്ങൾ ഇതിലിട്ട് നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, അത് മാറ്റി ചമ്മൽ ഞങ്ങളുടെ സൂക്ഷം പൊട്ടല്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ മഞ്ചേരിയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. മഞ്ചേരി ABF ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുണ്ട്, ഒരു കട ഉണ്ട്. അവിടെയാണ് ഇപ്പം നമ്മളുള്ളത്. അപ്പോൾ അവിടേക്ക് അനിയൻ ഓറഞ്ച് ലോഡുമായിട്ട് അവിടെ വന്നതാണ്. അവരുടെ വണ്ടിയാണ് ഇപ്പോൾ കണ്ടത്, EPS എന്ന് പേരുള്ള. നമ്മൾ അനിയൻ്റെ മുതലാളിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ മൈസൂരിൽ പോയി, മൈസൂരിൽ നിന്ന് ഇഞ്ചി എടുത്തിട്ട് നാഗ്പൂരിൽ പോയിട്ട്, നാഗ്പൂർ ഇഞ്ചി ലോഡ് അൺലോഡ് ആക്കിയിട്ട് അവിടുന്ന് പിന്നെ അമരാവതി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകും. 150 കിലോമീറ്റർ അവിടെ നിന്ന് പോകാണ്ട്. എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ ഈ ഓറഞ്ച് ലോഡ് കയറ്റൽ. അങ്ങനെ അവർ ഓറഞ്ച് ലോഡ് എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. സപ്പോർട്ട്, ഷെയർ, ലൈക്ക് എല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ.